പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കാലി ലിനക്സിലെ കുറച്ച് ബേസിക് കമാൻഡ്സ്, അതായത് എങ്ങനെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു അതായത് നമ്മൾ സാധാരണ ഇതിപ്പോൾ ഞാൻ കാലി ലിനക്സ് റൺ ചെയ്യുന്നത് വെർച്വൽ മെഷീൻ ആയിട്ടാണ്. എൻ്റെ എൻ്റെ വിൻഡോസ് മെഷീനിൽ വിൻഡോസ് ഹോസ്റ്റ് മെഷീനിൽ ഞാൻ വെർച്വൽ ഡിവൈസ് ആയിട്ടാണ് ഇതാക്കുന്നത്, റൺ ചെയ്യുന്നത്, കാലി ലിനക്സ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളെ വെർച്വൽ മെഷീൻ, ഇതാണ് കാലി ലിനക്സ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ബേസിക് കമാൻഡ്സ് ആണ്, ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് എടുത്തത് എന്തായാലും. ഓക്കെ, സോ ഇതാണ് ബേസിക്. നമ്മൾ ഇപ്പോൾ കാലി ലിനക്സ് ഓപ്പൺ ആക്കിയവിടെ നമ്മൾ ഇങ്ങനെ കാണുക. സോ നമ്മൾ ബേസിക്കലി ഫയൽസ് ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കുക. ഇങ്ങനെ GUI എന്ന് പറയും, നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയും. നമ്മൾ സാധാരണ ഈ ഫയലെല്ലാം എടുത്തു നോക്കുന്നവരെ ഇങ്ങനെയെല്ലാം എടുത്തു നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയെല്ലാം നമ്മൾ എടുത്തു നോക്കാം. സോ അപ്പം നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ കാലി ലിനക്സിൽ നമ്മൾ ഹാക്കിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ടെർമിനലായിരിക്കും. അപ്പോൾ ടെർമിനലിലൂടെ കളികളായിരിക്കും നമ്മളെ ഉണ്ടാവുക. ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഇതൊന്ന് വലുതാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം ബേസിക്കലി നമുക്ക് ഫസ്റ്റ് കമാൻഡ് തൊട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കമാൻഡ് എന്ന് പറഞ്ഞാൽ LS എന്നാണ് നമ്മളെ ഫസ്റ്റ് കമാൻഡ്. അപ്പോൾ ഈ LS എടുക്കുന്ന നേരം LS വേണ്ട. അപ്പോൾ ഫസ്റ്റ് PWD, ഒരു മിനിറ്റ്, PWD ഇതാക്കുന്ന നേരം നമ്മളിപ്പോൾ ഉള്ള ഡയറക്ടറി, അല്ലെ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ കാണിക്കും. ഓക്കെ, സോ അതാണ് PWD. LS എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള നമ്മളിപ്പോൾ ഉള്ള ഒരു സ്ഥലത്തുള്ള ഡയറക്ടറിയിലുള്ള എല്ലാവിധ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ കാണിക്കും. നമ്മൾ ഫോൾഡേഴ്സിന് ഇത് ഡയറക്ടറി എന്നാണ് പറയുക. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതായിരിക്കും. സോ ഇതാണ് ഇതിലുള്ള മെയിൻ സംഭവം. അപ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ LS ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ LSൽ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് LS-A. ഈ LS-A എന്ന് ഉപയോഗിക്കുന്ന നേരം നമുക്ക് കുറച്ചും കൂടിയും അഗ്രസീവ് ആയിട്ടുള്ള എന്നല്ല, കുറച്ചും കൂടി ഇതായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ സാധാരണ LS എന്ന് അടിക്കുന്ന നേരം സാധാ ഫയൽസാണ് ഇപ്പം ഇവിടെ മുകളിൽ വന്നത് LS എന്ന് അടിക്കുന്ന നേരം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ LS എന്ന് അടിക്കുന്ന നേരം LS-A എന്ന് അടിക്കുന്ന നേരം നമ്മൾ ഈ കുറച്ചും കൂടി വലിയൊരു ഇതായിട്ടുള്ളൊരു സംഭവമാണ് വരിക, LS-A. അപ്പോൾ അതാണുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ LA ആണ്. LA എന്ന് പറഞ്ഞാൽ മൊത്തം ഫയലിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഡേറ്റ അടക്കം എല്ലാം കിട്ടും. നമ്മൾ A അതാക്കുന്നത് കുറച്ച് അഗ്രസീവ്, LA അടിക്കുന്ന നേരം നമുക്ക് ഫുൾ സംഭവങ്ങൾ കിട്ടും. ഫുൾ ഇൻഫർമേഷൻ കിട്ടും നമ്മളെ ഇതിനെ പറ്റിയുള്ള. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനിപ്പോൾ ഈ അടിച്ച സംഭവം എല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ അടിച്ച സംഭവമൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ കമാൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സാധനം പോയി, ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഉള്ള സംഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ച് LS ഫ്ലാഗ് A, LS ഫ്ലാഗ് LA എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഫ്ലാഗ് കൊടുത്തില്ല, ഹൈഫൺ ആണ് നമ്മൾ ഫ്ലാഗിന് ഉപയോഗിക്കുക. ഇതിനാണ് നമ്മൾ ഫ്ലാഗ് എന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കമാൻഡ് അടിച്ച് ഹൈഫൺ കൊടുക്കുന്നതിന് ഫ്ലാഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്കെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി ക്ലിയർ അടിച്ചത് പോക്കി. ഓക്കെ, കഴിഞ്ഞ്. ഇനി നമ്മൾ PWD അടിക്കുന്ന നേരം നമ്മളിപ്പോൾ ഉള്ള സ്ഥലം കാണിക്കും. നമ്മളിപ്പോൾ ഇനി അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം, നമ്മുടെ അടുത്ത് ഏതെല്ലാം ഫോൾഡേഴ്സ് ഉള്ളതെന്ന് കാണിക്കണം. LS വെക്കുക. LS വെക്കിയിട്ട് നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. അപ്പോൾ CD ഡെസ്ക് ടോപ്പ്. ഇപ്പോൾ CD ഡെസ്ക്ടോപ്പ്, നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഫയൽസ് എല്ലാം ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഈ ഫയൽസ് എല്ലാം ഈ AL ഹാക്കിങ് ഇതൊക്കെ ഓരോ ടൂൾസാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അതൊക്കെ ഇപ്പം മനസ്സിലായില്ല. ഇപ്പം LS ഒക്കെ ഇപ്പോൾ എല്ലാം വന്നു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇനി ഒരു ഡയറക്ടറിന്ന് ബാക്കോട്ടേക്ക് പോകണമെങ്കിൽ CD ആണ്, CD അടിക്കുക, ഡോട്ട് ആക്കിയാൽ നമ്മൾ വേറൊരു ഡയറക്ടറി, നമ്മൾ ഉള്ള ഡയറക്ടറിയിൽ നിന്ന് ബാക്കോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ് CD ഡോട്ട്. CD-യിൽ ഇപ്പം നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാനൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, CD-യിലൊന്നുമില്ല. നമ്മൾ അടുത്തൊരു ഇതെല്ലാം ബേസിക് കമാൻഡ്സ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട്
അടുത്ത നമ്മളിപ്പോൾ ഇനി ഇനി അടുത്ത നമ്മളിപ്പോൾ ഇതിൻ്റെ യൂസർ ഡെസ്ക്ടോപ്പ് നമ്മൾ തിരിച്ച് ബാക്കോട്ടേക്ക് വന്നു. ഇപ്പം ക്ലിയർ അടിച്ച് സംഭവം പോക്കാം. ഓക്കെ, ക്ലിയർ അടിച്ചിട്ട് സംഭവം പോക്കാം, എല്ലാം പോക്കി. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ഡയറക്ടറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം. ഫോൾഡർ ഡയറക്ടറി ഒന്നാണ്. പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ mkdir എന്നാണ് നമ്മൾ ഇതാക്കുക. mkdir ഇപ്പം നമുക്ക് ഫോൾഡറിൻ്റെ പേര് ടെസ്റ്റ് അല്ലെങ്കിൽ ബേസിക്സ് എന്ന് കൊടുക്കുക, ഫോൾഡറിൻ്റെ പേര്. അപ്പം നമുക്ക് ഇനി എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഉണ്ടാക്കിയ ബേസിക്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറി അവിടെ ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇനി ആ ഡയറക്ടറിയിലേക്ക് കയറണമെങ്കിൽ ബേസിക്സ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ബേസിക്സിലെത്തി. LSലാക്കിയാൽ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇപ്പം എങ്ങനെ നമ്മളൊരു ഇതാക്കാം, നമ്മളെന്താ ചെയ്തത്, mkdir അടിച്ചിട്ട് നമ്മൾ ആദ്യമുള്ളൊരു ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫയലിൽ നിന്ന് ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഡോട്ട് ആക്കിയിട്ട് ബാക്കോട്ടേക്കുള്ള സ്ഥലത്ത് പോയി പ്രീവിയസ് ലൊക്കേഷനിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ അവിടുന്ന് LS ആക്കിയിട്ട് ഇവിടെയുള്ള എല്ലാവിധ നമ്മൾ ഏതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി, ഏതെല്ലാം ഡയറക്ടറീസ് ഏതെല്ലാം ഫയൽസ് നമുക്ക് എൻ്റർ ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടോ നോക്കി. എന്നിട്ട് എന്താ പറയുക, അതിന് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് LS ഇനി ഇനി LS അടിച്ച് ഇനി നമ്മൾ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഇനി ബേസിക്സിലേക്ക് കയറണമെങ്കിൽ CD നിൽക്കുക, CD ആക്കിയിട്ട് ഇപ്പോൾ ബേസിക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്സിൻ്റെ ഉള്ളിൽ കയറി. നമുക്കിപ്പോൾ ബേസിക്കായിട്ട് ബേസിക്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്സിൽ നമ്മൾ എങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഇതിലിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ നമ്മളിപ്പോൾ നോട്ട് പാഡിൽ നമ്മൾ ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ നോട്ട് പാഡിൽ ഒരു ഫയൽ ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കുക. സോ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഇതിലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ടെക്സ്റ്റ് അടിക്കുന്ന ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് നാനോ ആണ് നമ്മൾ ടെർമിനലിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നാനോ ടെസ്റ്റ് ഡോട്ട് txt, ഇപ്പം നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഫയലാണ് ഉണ്ടാക്കുന്നത്, text.python എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതായി. എന്നിട്ട് നമ്മൾ ഹായ് എന്ന് കൊടുത്ത് എന്നിട്ട് നമ്മൾ Ctrl+O അടിക്കുക. അന്നേരം നമ്മളോട് ഇങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മൾ Y അടിച്ചു കൊടുക്കുക, അല്ല എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് സംഭവം സേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കുക, Ctrl+X കൊടുത്തിട്ട്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ്. ഓക്കെ, ഇനി നമ്മൾ എന്തേനും ഇനി ഇപ്പം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത സാധനം നമുക്ക് ഇനി കാണണമെങ്കിൽ ക്യാറ്റാണ് നമ്മൾ, ഇതാണ് പുതിയൊരു കമാൻഡ്, ക്യാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്യാറ്റ് text.txt നമ്മൾ കൊടുത്തതിൻ്റെ ഇതും എക്സ്റ്റൻഷനും. അപ്പം നമ്മൾ ഹായ് എന്ന് ഇവിടെ കണ്ട സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് ക്യാറ്റ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നാനോ വെച്ചിട്ട് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ആണെങ്കിൽ test1.py. അപ്പം നമ്മളൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ബേസിക്കായിട്ട് a=, ഹായ് വേൾഡ് അല്ല വേണ്ട, പ്രിന്റ് ഹായ്, ഒരു മിനിറ്റ്, അയ്യോ ഇനി പ്രിന്റ് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഹലോ വേൾഡ് എന്ന് കൊടുത്താൽ എന്നിട്ട് നമ്മൾ Ctrl+O അടിച്ച് സേവ് ചെയ്യുക. എന്നിട്ട് X അടിച്ചിട്ട് നമ്മൾ ക്യാറ്റല്ല നമ്മൾ പൈത്തൺ ഫയലിന് യൂസ് ചെയ്യുക. പൈത്തൺ ഫയലിൽ നമ്മൾ പൈത്തൺ അടിക്കുക. അത് പൈത്തൺ നമ്മൾ കൊടുത്ത ഫയലിൻ്റെ പേര് test1.py. അന്നേരം ഹലോ വേൾഡ് എന്നാണ്. അതാണ് ഇപ്പോൾ സംഭവം. അപ്പോൾ അതാണ് കുറച്ച് ബേസിക് കമാൻഡ്സ് നമ്മൾ ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് CD ഡോട്ട് വെക്കുക, ബാക്കോട്ട് വരിക, എല്ലാം അടിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് ബേസിക്
കമാൻഡ്സ് നമ്മളെ ഇതിലുള്ളത്. അപ്പം നമ്മൾ ഇപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ LS MKDIR നമ്മളിപ്പോൾ ബേസിക്സ് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങി. പിന്നെ നമ്മൾ LSനെ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ഇത് പഠിച്ചു. അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റൂല, ഇങ്ങനെ ഇതാക്കിയാൽ തന്നെ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചു. അതാണ് മെയിനായിട്ട്. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ ഇതാണ്. നാളെ തൊട്ടൊരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് മൊത്തം അലങ്കോലയൊക്കെ കിടക്കാണ്, എന്തൊക്കെയോ ഉണ്ട്. LS-LA പിന്നെ അതാ പിന്നെ LS-LA പിന്നെ എന്താണ് നമ്മൾ ഇതാക്കിയത്, പിന്നെ .SSS പിന്നെ MKDIR ബേസിക്സ് നമ്മൾ MKDIR പഠിച്ച്, പിന്നെ CD പഠിച്ച്, പിന്നെ ഏതാ പഠിച്ച നാനോ പഠിച്ചു. പിന്നെ അതന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക്സ് മാത്രമാണ്, കുറച്ച് വളരെ കുഞ്ഞു വീഡിയോ ആണ്, എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഈ ബോംബർ എന്നൊക്കെ കണ്ടിട്ട് ഞാൻ ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം വർക്ക് പോലും ചെയ്യാത്ത സാധനങ്ങളാണ് ഡൗൺലോഡ് ആക്കിയിട്ടത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോർ മോർ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടന്റ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. അത്ര തന്നെ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.